എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതിനു പകരം കൂടുതൽ ചഞ്ചലമാകുന്നു. ചിന്തകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ രൂപപ്പെടുന്നു. ചിലപ്പോൾ പഴയ കാര്യങ്ങൾ, മറ്റു ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ധ്യാനം നിർത്തി എഴുന്നേൽക്കാൻ തോന്നും. എന്നാൽ ധ്യാനമെന്നത് വെറുതെ കണ്ണടച്ചിരിക്കലോ കുറച്ചുനേരം മിണ്ടാതിരിക്കലോ മാത്രമല്ല. അത് അതിലും എത്രയോ ആഴമേറിയ ഒരനുഭവമാണ്. പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ധ്യാനമെന്നത് ഒരു സാധാരണ ക്രിയയല്ല, മറിച്ച് ആത്മാവിന്റെ പരമോന്നത അവസ്ഥയെ കണ്ടെത്താനുള്ള പ്രക്രിയയാണ്. പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന വാതിലാണത്. പക്ഷേ ആ അനന്തമായ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ധ്യാനം ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം. നിങ്ങൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ശരിയായ രീതിയും ശരിയായ മനോഭാവവും ആവശ്യമാണ്. ആദ്യത്തെ ചുവടുവെപ്പ് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. അതെ, ഈ വീഡിയോയുടെ അവസാനത്തിൽ ധ്യാനത്തെ 10 ഇരട്ടി ശക്തിപ്പെടുത്തുന്ന ഒരു രഹസ്യം ഞങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇത് മുഴുവനായും ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഈ അറിവിന് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകാനുള്ള ശക്തിയുണ്ട്. ധ്യാനമെന്നത് വെറുമൊരു വിശ്രമ പ്രക്രിയയല്ല. പലപ്പോഴും ആളുകൾ കരുതുന്നത് ധ്യാനമെന്നാൽ കണ്ണടച്ചിരുന്ന് കുറച്ചു മിനിറ്റ് ദീർഘശ്വാസമെടുക്കലാണ് എന്നാണ്. മനസ്സ് ശാന്തമാക്കാനും ടെൻഷൻ കുറയ്ക്കാനുമുള്ള ഒരു വിദ്യ മാത്രമായാണ് അവർ ഇതിനെ കാണുന്നത്. എന്നാൽ പരമഹംസ യോഗാനന്ദൻ ധ്യാനത്തെ ഇതിലും എത്രയോ ആഴത്തിലാണ് വിശേഷിപ്പിച്ചത്. യോഗാനന്ദജി പറയുന്നു, ധ്യാനമെന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴി മാത്രമല്ല, അത് ദൈവവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള താക്കോലാണ്. ഇതിനർത്ഥം ധ്യാനമെന്നത് മാനസികമായ ആശ്വാസമോ വിശ്രമമോ നൽകുന്ന പ്രക്രിയ മാത്രമല്ല, മറിച്ച് ആത്മാവിനെ ഉണർത്തുന്ന പ്രക്രിയയാണ്. നമ്മുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാനും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ അനന്തമായ ഊർജവുമായി ബന്ധപ്പെടാനും കഴിയുന്ന ഒരു മാധ്യമമാണിത്. ധ്യാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആത്മാവിന്റെ ഉണർവാണ്. ഒരാൾ ധ്യാനത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ അവൻ തന്റെ പരിമിതമായ ശരീരത്തിനും മനസ്സിനും അപ്പുറത്തേക്ക് പോയി സ്വന്തം ആത്മാവിനെ അനുഭവിക്കുന്നു. മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു. ഉള്ളിൽ വലിയൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. താൻ വെറുമൊരു ശരീരമോ മനസ്സോ മാത്രമല്ല, മറിച്ച് അതിരുകളില്ലാത്ത ഊർജത്തിന്റെ ഉറവിടമാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുന്നു. പരമഹംസ യോഗാനന്ദൻ തന്റെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ദൈവസാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്ന്. ഇതൊരു വെറും സങ്കല്പമല്ല, മറിച്ച് യഥാർത്ഥ അനുഭവമാണ്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നു. ധ്യാനം ഇത്രയേറെ ശക്തമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുന്നില്ല? ശരിയായ ധ്യാനമില്ലാതെ ആത്മസാക്ഷാത്കാരം അസാധ്യമാണ്. ധ്യാനത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ആളുകൾ ശരിയായ മാർഗനിർദ്ദേശമില്ലാതെ അത് ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സാമാന്യമായ അറിവ് വെച്ച് അവർ തുടങ്ങും, പക്ഷേ ആഴങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. ധ്യാനത്തിൽ ആഴത്തിൽ പോകാൻ ശരിയായ രീതി പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രീതി ശരിയല്ലെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പായും. ധ്യാനിക്കുമ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ മനസ്സിന് മടുപ്പു തോന്നും. യോഗാനന്ദജി പറയുന്നു, ഏണിയില്ലാതെ ഒരാൾക്ക് എങ്ങനെ ഒരു വലിയ കെട്ടിടത്തിന് മുകളിലെത്താൻ കഴിയില്ലയോ, അതുപോലെ ശരിയായ രീതിയില്ലാതെ ധ്യാനത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ കഴിയില്ല. അപ്പോൾ എന്താണ് ശരിയായ രീതി? പ്രത്യേക ഇരിപ്പുവശം ആവശ്യമാണോ? ശ്വാസം നിയന്ത്രിക്കേണ്ടത് നിർബന്ധമാണോ? മന്ത്രങ്ങൾ ജപിക്കണോ? ധ്യാനിക്കാൻ ഏറ്റവും നല്ല സമയമേതാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഈ രീതി ധ്യാനത്തെ ലളിതമാക്കുക മാത്രമല്ല, വളരെ ഫലപ്രദമാക്കുകയും ചെയ്യും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉള്ളിൽ വലിയൊരു ശക്തിയും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഈ അറിവ് വെറുതെ വായിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമെന്ന് മനസ്സിലുറപ്പിക്കുക. സ്ഥലം ശരിക്കും ധ്യാനത്തെ ബാധിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാന്തമായ ഒരിടത്തിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസവും സ്ഥിരതയും തോന്നുന്നു. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന്, അമ്പലത്തിലോ ആശ്രമത്തിലോ അല്ലെങ്കിൽ മലകളുടെയോ പുഴകളുടെയോ തീരത്തോ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം ലഭിക്കുന്നു. എന്നാൽ ബഹളമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലത്തോ ഇരുന്നാൽ മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാകുന്നു. ഇത് വെറുമൊരു യാദൃശ്ചികതയല്ല. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഒരു വിത്തിന് വളരാൻ നല്ല മണ്ണ് ആവശ്യമുള്ളതുപോലെ ധ്യാനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യമാണ്. നിങ്ങൾ അസ്വസ്ഥമായ അല്ലെങ്കിൽ നെഗറ്റീവായ സ്ഥലത്തിരുന്നാൽ മനസ്സിനെ ഒതുക്കി നിർത്താൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ധ്യാനം ഫലപ്രദമാക്കാൻ ശരിയായ സ്ഥലവും അന്തരീക്ഷവും തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ധ്യാനത്തിന്റെ വിജയം നിങ്ങൾ എവിടെയിരുന്നാണ് പരിശീലിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. യോഗാനന്ദജി ധ്യാനത്തിനായി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശാന്തവും സ്ഥിരവുമായ ഒരിടം തിരഞ്ഞെടുക്കുക. അവിടെ ബഹളങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകരുത്. ആരും ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരിടം.
മൊബൈലും മറ്റു ഉപകരണങ്ങളും മാറ്റിവെക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ പോകുമ്പോൾ പ്രത്യേകതരം സമാധാനം ലഭിക്കുന്നത് അവിടെ ആയിരക്കണക്കിന് ആളുകൾ തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണത്. യോഗാനന്ദജി പറയുന്നു, ദിവസവും ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ഊർജം സംഭരിക്കപ്പെടുന്നു. പതുക്കെ ആ സ്ഥലം ധ്യാനത്തിന് കൂടുതൽ ശക്തമായി മാറുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി നിറയും. അത് ധ്യാനത്തിൽ കൂടുതൽ ആഴത്തിൽ പോകാൻ സഹായിക്കും. പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് ഏറ്റവും ഉത്തമം. അവസരമുണ്ടെങ്കിൽ തുറസായ സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പുഴയോരത്തോ മലകളിലോ മരങ്ങളുടെ ചുവട്ടിലോ ശാന്തമായ പൂന്തോട്ടത്തിലോ ധ്യാനിക്കുന്നത് മനസ്സിനെ വേഗത്തിൽ ശാന്തമാക്കും. പണ്ടത്തെ ഋഷിമാരും യോഗികളും എപ്പോഴും പ്രകൃതിയിലാണ് ധ്യാനിച്ചിരുന്നത്. കാരണം അവിടെ ശുദ്ധമായ ഊർജമുണ്ട്. ഇനി വീടിനുള്ളിലാണ് ധ്യാനിക്കുന്നതെങ്കിൽ എങ്ങനെ ശരിയായ അന്തരീക്ഷമുണ്ടാക്കാം? ചന്ദനത്തിരിയോ ധൂപമോ കത്തിക്കാം. ഇത് അന്തരീക്ഷം ശുദ്ധമാക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സഹായിക്കും. യോഗാനന്ദജി പറയുന്നു, സുഗന്ധം ധ്യാനത്തിനായി മനസ്സിനെ ഒരുക്കിയെടുക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ്. ചിലർക്ക് ധ്യാനസമയത്ത് നേരിയ സംഗീതം, മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം പോലെയുള്ള പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഗുണകരമാണ്. എന്നാൽ സംഗീതം വളരെ പതുക്കെയായിരിക്കണം, ശ്രദ്ധ തെറ്റിക്കുന്നതാകരുത്. മുറിയിൽ വെളിച്ചം കുറയ്ക്കുന്നത് നല്ലതാണ്. മെഴുകുതിരി വെളിച്ചമോ മങ്ങിയ വെളിച്ചമോ ആണ് ഉത്തമം. തീവ്രമായ വെളിച്ചം മനസ്സിനെ ഉണർത്തും, മങ്ങിയ വെളിച്ചം മനസ്സിനെ ശാന്തമാക്കും. മുറി വൃത്തിയായി സൂക്ഷിക്കുക. അലങ്കോലമായി കിടക്കുന്നിടത്ത് ധ്യാനിക്കരുത്. വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലം മനസ്സിനെയും ചിട്ടപ്പെടുത്തും. ധ്യാനത്തിന് ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യം ആധുനിക ശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട്. ന്യൂറോ സയൻസ് പ്രകാരം നമ്മൾ ഒരേ സ്ഥലത്ത് സ്ഥിരമായി ധ്യാനിക്കുമ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ തലച്ചോറ് ശാന്തമായ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങും. വാസ്തുശാസ്ത്രപ്രകാരവും ചില ദിശകളും സ്ഥലങ്ങളും മാനസിക സമാധാനത്തിന് കൂടുതൽ അനുയോജ്യമാണ്. ബുദ്ധ സന്യാസിമാരും യോഗികളും ഇന്നും ഹിമാലയം, വാരണാസി തുടങ്ങിയ പ്രത്യേക ഊർജ്ജ കേന്ദ്രങ്ങൾ ധ്യാനത്തിനായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ സ്ഥലം തീരുമാനിച്ചു. ഇനി അടുത്ത ചോദ്യം, എന്താണ് ശരിയായ ഇരിപ്പുവശം? കാരണം ശരീരം ശരിയായ നിലയിലല്ലെങ്കിൽ ധ്യാനത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ പ്രയാസമാണ്. ചമ്രം പടിഞ്ഞിരിക്കണോ? നട്ടെല്ല് നിവർന്നിരിക്കണോ? അതോ കുനിഞ്ഞിരിക്കാമോ? കൈകൾ എങ്ങനെ വെക്കണം? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ധ്യാനിക്കുമ്പോൾ ക്ഷീണമോ മടുപ്പോ അസ്വസ്ഥതയോ അനുഭവിച്ചിട്ടുണ്ടോ? പലർക്കും ധ്യാനിക്കുമ്പോൾ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, നടുവളയും, ശരീരം പിടിക്കും. ഇതിന് കാരണം തെറ്റായ ഇരിപ്പുവശമാണ്. യോഗാനന്ദജി പറയുന്നു, ധ്യാനം വെറുതെ കണ്ണടയ്ക്കുന്നതല്ല, നിങ്ങളുടെ ഊർജ്ജത്തെ ദിവ്യബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. നട്ടെല്ല് നിവർന്നിരുന്നില്ലെങ്കിൽ ഊർജ്ജപ്രവാഹം തടസ്സപ്പെടും. ശരിയായ രീതിയിലിരുന്നാൽ ഊർജ്ജം വേഗത്തിലും സ്ഥിരമായും ഒഴുകും, മനസ്സ് ശാന്തമാകും, ധ്യാനം എളുപ്പമാകും. എന്തുകൊണ്ട് ശരിയായ ഇരിപ്പുവശം പ്രധാനമാണ്? നടുവളഞ്ഞിരുന്നാൽ ഊർജ്ജം താഴേക്കു പോകും, ഉറക്കം വരും, ശ്വാസം ക്രമം തെറ്റും, മനസ്സ് അസ്വസ്ഥമാകും, ശരീരത്തിൽ പിരിമുറുക്കമുണ്ടാകും. അതുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. യോഗാനന്ദജി പറഞ്ഞത്, ശരിയായിരുന്നാൽ ശരീരവും തലച്ചോറും തമ്മിലുള്ള ഊർജ്ജപ്രവാഹം സന്തുലിതമാകും, ധ്യാനം സ്വാഭാവികവും ഫലപ്രദവുമാകും എന്നാണ്. ധ്യാനത്തിനുള്ള ശരിയായ ഇരിപ്പുവശം ഇതാണ്. നട്ടെല്ല് നിവർന്നിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാന നിയമം. നടുവളയരുത്, എന്നാൽ വല്ലാതെ മുറുക്കിപ്പിടിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് ഒരു നൂൽ കൊണ്ട് ആരോ നിങ്ങളെ മുകളിലേക്ക് വലിച്ചുപിടിച്ചിരിക്കുന്നതുപോലെ തോന്നണം. എന്തിനാണെന്നോ? നട്ടെല്ലിലൂടെയാണ് ഊർജ്ജം മുകളിലേക്ക് ഒഴുകുന്നത്. നട്ടെല്ല് നേരെയാകുമ്പോൾ ഊർജ്ജം തലച്ചോറിലെ സഹസ്രാര ചക്രത്തിൽ എത്താൻ സഹായിക്കുന്നു. ശാസ്ത്രവും ഇത് സമ്മതിക്കുന്നു. കുനിഞ്ഞിരിക്കുമ്പോൾ ശ്വാസകോശത്തിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല, ഓക്സിജൻ കുറയും. നിവർന്നിരിക്കുമ്പോൾ ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കും, തലച്ചോറ് ഉണർന്നിരിക്കും. തോളുകൾ അയച്ചിടുക. ശരീരത്തിന് അനാവശ്യമായ മുറുക്കം കൊടുക്കരുത്. കഴുത്ത് അല്പം മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് ശരിയായ ബാലൻസിൽ കൊണ്ടുവരിക. തോളുകൾ വല്ലാതെ മുറുകിയാൽ ശരീരത്തിന് സമ്മർദ്ദമുണ്ടാകും. തോളുകൾ വല്ലാതെ അയഞ്ഞാൽ നട്ടെല്ല് വളഞ്ഞുപോകും. കൈകളുടെ സ്ഥാനം, കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ മലർത്തിവെക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്തുപിടിച്ച് ജ്ഞാനമുദ്ര പിടിക്കാം. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ വലത് കൈപ്പത്തി ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വെച്ച് ധ്യാനമുദ്രയിൽ മടിയിൽ വയ്ക്കാം. രണ്ട് തള്ളവിരലുകളും തമ്മിൽ മുട്ടിയിരിക്കണം. ഈ മുദ്രകൾ ഊർജ്ജം നിലനിർത്താനും ധ്യാനം ആഴത്തിലാക്കാനും സഹായിക്കും. യോഗികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതുപയോഗിക്കുന്നു. കാലുകളുടെ സ്ഥാനം, പദ്മാസനം ആണ് ഏറ്റവും ഉത്തമം. എന്നാൽ തുടക്കക്കാർക്ക് അത് പ്രയാസമായിരിക്കും. ഒരു കാൽ തുടയിലും മറ്റേ കാൽ നിലത്തും വെച്ച് അർദ്ധപദ്മാസനത്തിലിരിക്കാം. അല്ലെങ്കിൽ സുഖാസനത്തിൽ കാലുകൾ പിണച്ചുവെച്ച് ലളിതമായി ഇരിക്കാം. തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലും ഇരിക്കാം. പക്ഷേ കാലുകൾ തറയിൽ പതിഞ്ഞിരിക്കണം, നട്ടെല്ല് നിവർന്നിരിക്കണം. ഇനിയൊരു രഹസ്യം പറയാം, നട്ടെല്ലിന്റെയും ഊർജ്ജത്തിന്റെയും ബന്ധം. നട്ടെല്ല് വെറുമൊരു അസ്ഥികൂടമല്ല, ഊർജ്ജത്തിന്റെ പാതയാണ്.
മനുഷ്യന്റെ നട്ടെല്ലിൽ സൂക്ഷ്മമായ ഊർജ്ജകേന്ദ്രങ്ങളുണ്ട്. അവയെ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു. ധ്യാനിക്കുമ്പോൾ നട്ടെല്ല് നേരെ വെച്ചാൽ ഊർജ്ജം സഹസ്രാര ചക്രത്തിലേക്ക് എളുപ്പത്തിലെത്തും. ഉന്നതമായ ആത്മീയ അനുഭവങ്ങൾ ലഭിക്കും. നട്ടെല്ല് വളഞ്ഞാൽ ഊർജ്ജം താഴേക്ക് പോകും. മടിയും ആലസ്യവും തോന്നും. അതുകൊണ്ട് നട്ടെല്ല് നിവർത്തിവെക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ശരിയായ രീതിയിലിരുന്നാൽ മനസ്സ് വേഗത്തിൽ ശാന്തമാകും. പോസിറ്റീവ് എനർജി കൂടും. ദിവ്യാനുഭവങ്ങളുണ്ടാകും. ഇതുവരെ നമ്മൾ സ്ഥലത്തെക്കുറിച്ചും ഇരിപ്പുവശത്തെക്കുറിച്ചും മനസ്സിലാക്കി. എന്നാൽ ധ്യാനം ആഴത്തിലാക്കാൻ ശ്വാസനിയന്ത്രണവും വളരെ അത്യാവശ്യമാണ്. ശ്വാസം ക്രമമല്ലെങ്കിൽ ധ്യാനം നടക്കില്ല. അപ്പോൾ എങ്ങനെ ശ്വാസം നിയന്ത്രിക്കാം? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെൻഷൻ വരുമ്പോൾ ശ്വാസം വേഗത്തിലാകും. ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം പതുക്കെയാകും. ഇത് യാദൃച്ഛികമല്ല. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം. ധ്യാനത്തിന്റെ വിജയരഹസ്യം ശരിയായ ശ്വാസനിയന്ത്രണമാണ്. അതിനെ പ്രാണായാമം എന്ന് പറയുന്നു. ശ്വാസവും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ടെൻഷൻ വരുമ്പോൾ ശ്വാസം താളം തെറ്റുന്നു. മനസ്സ് അസ്വസ്ഥമാകുന്നു. ശാന്തമാകുമ്പോൾ ശ്വാസം ആഴത്തിലാകുന്നു. അതുകൊണ്ട് ശ്വാസം നിയന്ത്രിക്കാൻ പഠിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം. യോഗാനന്ദജി പറയുന്നു, ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് തനിയെ നിശ്ചലമാകും. പ്രാണായാമം എന്നാൽ പ്രാണശക്തിയുടെ നിയന്ത്രണമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിയെ ശരിയായി നിയന്ത്രിച്ചാൽ മനസ്സിനെയും ആത്മാവിനെയും ഊർജ്ജസ്വലമാക്കാം. ശരിയായി ശ്വസിക്കുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ കൂടും. മനസ്സ് ശാന്തമാകും. ഊർജ്ജപ്രവാഹം സന്തുലിതമാകും. നെഗറ്റീവ് ചിന്തകൾ കുറയും. ധ്യാനത്തിന് മുൻപിങ്ങനെ ചെയ്യാം. പതുക്കെ മൂക്കിലൂടെ ദീർഘശ്വാസം എടുക്കുക. ശുദ്ധമായ ഊർജ്ജം ഉള്ളിലേക്കെടുക്കുന്നതായി സങ്കൽപ്പിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ടെൻഷനും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. 5 മിനിറ്റ് ഇത് ആവർത്തിക്കുക. യോഗാനന്ദ ജി ഹോംസോ എന്ന വിദ്യയാണ് ധ്യാനത്തിന് ഏറ്റവും ശക്തമായി നിർദ്ദേശിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സിൽ ഹോം എന്ന് ജപിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സോ എന്ന് ജപിക്കുക. ഇത് ഉറക്കെ ചൊല്ലരുത്, മനസ്സിൽ മാത്രം പറയുക. ഇതിലൂടെ ശ്വാസം പതുക്കെയാകും. മനസ്സ് ഏകാഗ്രമാകും. ധ്യാനത്തിലേക്ക് വഴുതി വീഴും. ധ്യാനത്തിനിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മനസ്സ് അലഞ്ഞു നടക്കുന്നതാണ്. പഴയ കാര്യങ്ങൾ, ഭാവിചിന്തകൾ, ചെറിയ കാര്യങ്ങൾ എല്ലാം കൂടി ധ്യാനം മുടക്കും. യോഗാനന്ദജി പറയുന്നു, അലയുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. പക്ഷേ ശരിയായ രീതിയിലൂടെ അതിനെ മെരുക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കാൻ എന്തു ചെയ്യണം? തൃക്കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് പുരികങ്ങൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ വയ്ക്കുക. അവിടെ ഒരു ദിവ്യപ്രകാശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. മനസ്സ് എപ്പോഴൊക്കെ വഴുതിപ്പോകുന്നോ അപ്പോഴൊക്കെ സാവധാനം തിരികെ ഈ ബിന്ദുവിലേക്ക് കൊണ്ടുവരിക. യോഗാനന്ദജി പറയുന്നു, മനസ്സ് തൃക്കണ്ണിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആത്മീയ ഉണർവിന്റെ വാതിലുകൾ തുറക്കും. ഓം എന്ന് മനസ്സിൽ ജപിക്കുക. ഇത് പ്രപഞ്ചത്തിന്റെ സ്പന്ദനമാണ്. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഓം എന്ന ശക്തി ഉള്ളിലേക്ക് കയറുന്നതായും പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്നതായും സങ്കൽപ്പിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. ധ്യാനത്തിനിടയിൽ ചിന്തകൾ വന്നാൽ അവയോട് യുദ്ധം ചെയ്യരുത്. ഒരമ്മ തന്റെ കുട്ടിയെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നതുപോലെ മനസ്സിനെ സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരിക. അപ്പോൾ ധ്യാനത്തിന്റെ സമയം കൂടും. ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം തോന്നും. ചിലർക്ക് ദിവ്യപ്രകാശമോ ശബ്ദമോ അനുഭവപ്പെട്ടേക്കാം. ധ്യാനത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? മനസ്സിനെ ശാന്തമാക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ദിവ്യമായ അനുഭവം നേടുക എന്നതാണ്. ധ്യാനം ആഴത്തിലാകുമ്പോൾ അതൊരു മാനസിക ക്രിയയല്ല, മറിച്ച് ദിവ്യമായ യാത്രയായി മാറുന്നു. യോഗാനന്ദജി പറഞ്ഞിട്ടുണ്ട്, ശരിയായി ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ദിവ്യപ്രകാശം കാണാം, ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. ധ്യാനം ആഴത്തിലാകുമ്പോൾ അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടാകും. ആഴമേറിയ സമാധാനം, പുറംലോകം അപ്രത്യക്ഷമാകുന്ന പോലെ തോന്നും. മനസ്സ് തെളിഞ്ഞ തടാകം പോലെയാകും. പ്രകാശം ചിലപ്പോൾ നക്ഷത്രം പോലെയോ സ്വർണ്ണനിറത്തിലോ നീലനിറത്തിലോ ഉള്ള പ്രകാശം തൃക്കണ്ണിൽ കണ്ടേക്കാം. ശബ്ദം ഓം എന്ന ശബ്ദമോ മണിമുഴങ്ങുന്ന ശബ്ദമോ കടലിന്റെ ഇരമ്പലോ കേൾക്കാം. ഇത് പ്രപഞ്ചത്തിന്റെ സ്പന്ദനമാണ്. ആത്മാവുമായുള്ള ബന്ധം, ഞാനെന്ന അഹങ്കാരം ഇല്ലാതാകും. താൻ ശരീരമല്ല, മറിച്ച് അനന്തമായ ആത്മാവാണെന്ന തിരിച്ചറിവുണ്ടാകും. ശരീരബോധം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ. ധ്യാനം കൂടുതൽ ആഴത്തിലാക്കാൻ എന്തു ചെയ്യണം? ശ്വാസം പരമാവധി പതുക്കെയാക്കുക. ശ്വാസം എത്രത്തോളം പതുക്കെയാകുന്നോ അത്രത്തോളം മനസ്സ് സ്ഥിരമാകും. ശ്വാസം നിൽക്കുന്നിടത്ത് മനസ്സ് നിൽക്കും. തൃക്കണ്ണിൽ തന്നെ ശ്രദ്ധിക്കുക. ഓം ജപിക്കുക. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ധ്യാനിക്കുക. എത്ര കുറച്ച് പരിശ്രമിക്കുന്നുവോ അത്രയും ആഴം ലഭിക്കും. ധ്യാനം വളരെ ആഴത്തിലാകുമ്പോൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇല്ലാതാകും. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. പരമമായ സമാധാനവും ആനന്ദവും അനുഭവിക്കുന്ന അവസ്ഥയാണിത്. ശരീരമെന്ന അതിർത്തി ലംഘിച്ച് പ്രപഞ്ചവുമായി ഒന്നാകുന്ന നിമിഷം. ധ്യാനത്തിന്റെ അന്തിമ ലക്ഷ്യം തന്നെ അറിയലാണ്. നമ്മൾ ശരീരമല്ല, മറിച്ച് മരണമില്ലാത്ത ആത്മാവാണെന്ന് തിരിച്ചറിയലാണ്. യോഗാനന്ദജി പറയുന്നു,
ശരീരവും മനസ്സും ശ്വാസവും ഉണ്ടെന്ന ബോധം പോലും ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ രൂപമായ ദിവ്യ ആത്മാവിനെ തിരിച്ചറിയുന്നത്. ധ്യാനം ഒരു പ്രവൃത്തി മാത്രമല്ല, ജീവിതരീതിയാണ്. പലരും തുടങ്ങും, പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞു നിർത്തും. ഇത് മാറ്റണം. യോഗാനന്ദജി പറയുന്നു, ദിവസവും ധ്യാനിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇതെങ്ങനെ ശീലമാക്കാം? ദിവസവും 15 മുതൽ 30 വരെ മിനിറ്റ് മാത്രം മതി. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും സമയം കണ്ടെത്തുക. ഇതിന് മുൻഗണന കൊടുത്താൽ ഇത് നിങ്ങൾക്ക് തിരികെ മുൻഗണന നൽകും. ഒരു നിശ്ചിത സ്ഥലം കണ്ടെത്തുക. എന്നും ഒരേ സ്ഥലത്തിരിക്കുക. അത് ആ സ്ഥലത്ത് ഊർജം നിറയ്ക്കും. ഭക്ഷണം ശ്രദ്ധിക്കുക. ലളിതമായ ഭക്ഷണം കഴിക്കുക. അമിതമായ എരിവും പുളിയും മാംസാഹാരവും മനസ്സിനെ അസ്വസ്ഥമാക്കും. നെഗറ്റീവ് വാർത്തകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. സ്നേഹവും കരുണയും ശീലിക്കുക. ധ്യാനമിരിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല, നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആ ശാന്തത ഉള്ളിൽ സൂക്ഷിക്കുക. ധ്യാനം നൽകുന്ന ഗുണങ്ങൾ എഴുതിവെക്കുക. അത് നിങ്ങൾക്ക് പ്രചോദനം നൽകും. ഇനി ഏറ്റവും വലിയ രഹസ്യം, ധ്യാനം സമാധാനത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. തുടക്കത്തിൽ അത് സമാധാനം നൽകും. എന്നാൽ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത എന്തോ ഒന്ന് സംഭവിക്കും. സമാധി. അഹംഭാവം നശിച്ച് പ്രപഞ്ചവുമായി ഒന്നാകുന്ന അവസ്ഥ. ശരീരം എന്ന തോന്നൽ ഇല്ലാതാകും. ഉള്ളിൽ പ്രകാശവും ആനന്ദവും മാത്രം. പരമഹംസ യോഗാനന്ദൻ ഇത് സ്വയം അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഈ അറിവ് സ്വീകരിക്കുക. ധ്യാനത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക.